നമസ്കാരം, ഞാൻ നിർമ്മൽ രാജു. ഫ്രീഡം ലൈഫ് സിസ്റ്റത്തിൻ്റെയും എംബോടെക് സൊല്യൂഷനെ ക്രിയേറ്ററാണ്. നമുക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 30-35 വർഷങ്ങൾ കൊണ്ട് നേടുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ ഒരു മില്യണയർ ജേണി, ഇന്നത്തെ സാഹചര്യങ്ങളും പ്രത്യേക സാധ്യതകളും ടെക്നോളജികളുമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ AI കാലത്ത് 1 വർഷം മുതൽ 3 വർഷത്തിനുള്ളിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അനായാസം സാധിക്കും. അത്തരത്തിൽ ടെക്നോളജികളും കാലത്തിൻ്റെ എല്ലാ സാധ്യതകളും നമുക്ക് അനുകൂലമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നമുക്ക് ശരിയായ ഒരു മാർഗനിർദ്ദേശം, ഒപ്പം ഒരു സിസ്റ്റം, അതിനെ റൺ ചെയ്യിക്കാനുള്ള ശരിയായ ടീം, ഇവയെല്ലാം നമുക്ക് ഇഷ്ടംപോലെ മാതൃക ഇവിടെയുണ്ട്. ആ മാതൃക നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വിജയിച്ചവരുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് വളരെ അനായാസമായിട്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നാം എന്താണോ കാണുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അത് നേടിയെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. അത് നേടിയെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് ഫ്രീഡം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഫിനാൻഷ്യൽ ഫ്രീഡം പ്രത്യേകിച്ചും നമ്മൾ പണം കൊടുത്ത് വാങ്ങേണ്ടതില്ല. നമുക്ക് അതിൻ്റെ പ്രൈസ്റ്റാവോ ഒന്നും നോക്കാതെ, വില എത്ര എന്ന് നോക്കാതെ നമുക്കത് ആഗ്രഹിക്കുന്ന സാധനം അപ്പോൾ വാങ്ങാൻ സാധിക്കണം. അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള ഫ്രീഡമായാലും എല്ലാത്തിലും അതിൻ്റേതായ ഒരു ഡെഫിനിഷനുണ്ട്. അത് നമുക്ക് ആർജിച്ചെടുക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അത്യാവശ്യമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് വലിയ ഊർജവും വലിയ കോൺഫിഡൻസും ഒക്കെ പ്രദാനം ചെയ്യും. കാരണം പണം ഒരു എനർജിയാണ്. ആ പണത്തിൻ്റേതായ ഊർജ്ജം നമ്മളെ വളരെയധികം അപ്ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരേണ്ട അനിവാര്യമായൊരു കാലഘട്ടമാണ്. ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്കിനി ഒരു തൊഴിൽ കൊണ്ടോ മറ്റെന്തെങ്കിലും രീതിയിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റത്തില്ല. ശ്രീനിവാസൻ പറഞ്ഞ പോലെ 1-2 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു മാസം തള്ളി നീക്കാം എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് ഇന്ത്യയുടെ യാത്ര. ലോകം മുഴുവനും വലിയ പരിവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.